വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എ ലൈൻ ഫോക്ക് ബേബീസ്, അതായത് 3-4-5 ഇയേഴ്സ് ഒക്കെ വരുന്ന ഒരു ബേബീസിനുള്ളൊരു മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഇവിടെ ഒരു മെഷർമെൻറ്റ് ചെസ്റ്റ് റൗണ്ടും ഫുൾ ലെങ്തും മാത്രം തന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വരുത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ ജസ്റ്റ് 22 ഇഞ്ച് വരുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു എ ലൈൻ ഫ്രോക്കിനെ കുറിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്യുവാണ്. കൺസ്ട്രക്ഷനകത്ത് ലീവ് 1/2 ഫ്രം ദ ടോപ്പ് എന്ന് പറയുന്നുണ്ട്. അത് ജസ്റ്റ് നമ്മൾ പേപ്പർ ചെയ്യുമ്പോഴാണെങ്കിലും തുണിയെ ചെയ്യുമ്പോഴാണെങ്കിലും ജസ്റ്റ് മണ്ടയ്ക്ക് ഒരു അരയിഞ്ച് വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ 0 to 1 എന്ന് കൊടുക്കുന്നത് നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നതിനെയാണ് ഈ 0 to 1 എന്ന് കൊടുക്കുന്നത്. അതൊരു ഫുൾ ലെങ്ത് ആണ്. ഈ 0 to 1 എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 18 ഇഞ്ചസ്. കാരണം ഇതൊരു മെഷർമെൻറ്റ് തന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പം നമ്മൾ പാറ്റേൺ പേപ്പറിൽ നമ്മൾ ഇത് സീം അലവൻസസ് ഇല്ലാതെ നമ്മൾ കൺസ്ട്രക്ഷൻ ഡയഗ്രാം മാത്രം വരയ്ക്കുന്നൊരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സീം അലവൻസും കൂടി ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ 0 to 2 ആണ്. അത് ചെസ്റ്റ് ലെങ്ത് ആണ്. ചെസ്റ്റ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഈ ചെസ്റ്റ് റൗണ്ട് തന്നിട്ടുണ്ടല്ലോ, 22 ഇഞ്ചിനെ വെച്ചിട്ട് നമ്മൾ ഈ ചെസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം 1/4 ഓഫ് ദ ചെസ്റ്റ് റൗണ്ട് മൈനസ് 1/2 ആണ് നമ്മുടെ ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരും? 22/4 മൈനസ് 1/2 ആണ്. അപ്പം ഈ 1/2നെ നമ്മൾ 0.5 മാറ്റണം. എന്തെങ്കിലും നമുക്ക് കണക്ക് കിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? 5 ഇഞ്ചസ് നമുക്ക് കിട്ടും. അതാണ് 0 to 2 എന്ന് പറയുന്നത്. അപ്പം 0 തൊട്ട് 2 വരെ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അത് 5 ഇഞ്ചസ് ആണ്. ഞാൻ പാറ്റേണിൽ കാണിച്ചു തരാം. ഇപ്പോഴേ ഈ കൺസ്ട്രക്ഷൻ ഡയഗ്രാം വരച്ചതിന് ശേഷമാണ് നമ്മൾ സീം അലവൻസിൻ്റെ ഒരു പാറ്റേണും കൂടി വരയ്ക്കുന്നുണ്ട്. അത് ഈ ഒരു പേപ്പറിലല്ല, നമ്മൾ മറ്റൊരു പേപ്പറിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? കൺസ്ട്രക്ഷൻ ഡയഗ്രാം മാത്രമാണ്. നമ്മൾക്ക് എത്രയാണോ അളവ് തന്നിരിക്കുന്നത് ആ ഒരു അളവ് മാത്രം കാണിക്കുന്നതാണ്. അപ്പോൾ 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി സെക്കൻഡാണ് 3 to, അതായത് 0 to 3 എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്യാം. അത് ഹാഫ് ഷോൾഡറിനെയാണ് നമ്മൾ പറയുന്നത്. 0 തൊട്ട് 3 വരെയുള്ളതിൻ്റെ ഒരു മെഷർമെൻറ്റ്, അതും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ കാണാൻ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുമ്പോഴും 1/2നെ നമ്മൾ 0.5 ആക്കി കൊടുക്കുമ്പോൾ 5 ഇഞ്ച് തന്നെ നമുക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹാഫ് ഷോൾഡർ കണ്ടുപിടിക്കുക. ഹാഫ് ഷോൾഡർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 to 3 വരെ എത്രയാണോ ആ ഒരു ലെങ്തിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് പാറ്റേണിലോട്ട് വരച്ച് കാണിക്കാം. ഇത് ജസ്റ്റ് 0യിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നേരെ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. കാരണം ആ ഇഞ്ചും നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന നമ്പറും തമ്മിൽ തെറ്റിപ്പോവരുത്. ആദ്യമൊക്കെ എനിക്കും അങ്ങനെ തെറ്റുമായിരുന്നു. നിങ്ങളത് ശ്രദ്ധിക്കുക. നമ്മൾ പോയിന്റ് കൊടുക്കുന്നതാണ്. ഓരോ പോയിന്റ് കൊടുക്കുന്നതിനെയാണ് ഇങ്ങനെ 0, 3, 1, 2 എന്നൊക്കെ കൊടുക്കുന്നത്. ഇഞ്ച് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അടുത്ത മാർക്കിംഗ് ആണ് 2 തൊട്ട് 4 വരെയുള്ള ലെങ്ത് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ചെസ്റ്റ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ചെസ്റ്റ് ലൈൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1/4 ഓഫ് ദ ചെസ്റ്റ് റൗണ്ട് പ്ലസ് 1/2 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6 ഇഞ്ചസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് എത്രയാണ്? 2 തൊട്ട് 4 വരെ ഉള്ളതിന് എത്രയാണ് ആ ലെങ്ത് എന്ന് പറയുന്നത്? 6 ഇഞ്ചസ്. ചെസ്റ്റ് ലൈൻ വരുന്നത് നമുക്ക് 2 കിട്ടിയതേക്ക് ഇവിടെയാണ്. അതിൻ്റെ ഇങ്ങോട്ട് വരുന്നതിനെയാണ് ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 തൊട്ട് 4 വരെ എത്ര ഇഞ്ച് വേണം? 6 ഇഞ്ചാണ് നമ്മളുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. 6 ഇഞ്ച് നമ്മുടെ ഇഞ്ചസ്. പിന്നെ സ്ക്വയർ ഡൗൺ ഫ്രം 3 to 5 നമുക്ക് ആം ഹോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 3യുടെ നേരെ താഴോട്ട് ഒരു സ്ക്വയർ ചെയ്ത് വരയ്ക്കുക. അപ്പം ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ആയിരിക്കണം ഇവിടെയും കിട്ടേണ്ടത്. അങ്ങനെ വെച്ചിട്ട് വേണം ആ ഒരു മാർക്ക് ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ സ്ക്വയർ ആക്കാനായിട്ട്. അപ്പം 0, 3, 2, 5 എന്നൊരു സ്ക്വയർ ബോക്സ് പോലെ കിട്ടും. മനസ്സിലായോ? 5 ഇഞ്ചസാണ് നമ്മളിവിടെ മുന്നിലെടുത്തിരിക്കുന്നത്. ആ 5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് കൊടുത്തു. 3, 5 എന്നും പറഞ്ഞൊരു പോയിന്റ് നമ്മൾ കൊടുത്തു. അതിനെയാണ് നമ്മളിനി ആ ഹോളിലോട്ട് മാറ്റാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്ത മാർക്കിംഗ് ആണ് 1 to 6 എന്ന് പറയുന്നത്. സെയിം ആസ് 2 to 4. അതായത് 1 to 6 എന്ന് പറയുമ്പോൾ എവിടെയാണ്? 1 to 6 വരെ കണ്ടോ? 1 to 6 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2 തൊട്ട് 4 വരെയുള്ള ആ സെയിം ലെങ്ത് തന്നെയാണ് ഇവിടെ. അപ്പം നമുക്ക് എത്ര ഇഞ്ചസ് ആയിരുന്നു? 2 to 4 എന്ന് പറയുമ്പോൾ 6 ഇഞ്ചസ് ആണ് കിട്ടിയത്. അപ്പം 1 to 6ഉം 6 ഇഞ്ചസ് തന്നെ വേണമെന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? ബോട്ടം ലൈൻ എന്നാണ് പറയുന്നത്. ബോട്ടം ഈ മെഷർമെൻറ്റ്സ് വരയ്ക്കുമ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നേരത്തെ നമ്മൾ കൊടുത്ത 2, 4 ആ ഒരു സെയിം മെഷർമെൻറ്റ് തന്നെ ആയിരിക്കണം 1, 6 എന്ന് പറയുന്നതും. അതുപോലെ തന്നെ 4ഉം 6ഉം കൂടെ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യാനും കൂടെ നോക്കുക. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് കിട്ടും.
അത് ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് ഇതുപോലെ തന്നെ പേപ്പറിൽ വരയ്ക്കുക. ഈ 2, 4 അതുപോലെ 4, 6 കൂടെ വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു ബോക്സ് പോലെ കിട്ടും. അത് വിട്ടു പോകരുത്. ഞാനത് കാണിക്കാൻ വിട്ടുപോയായിരുന്നു നേരത്തെ പാറ്റേൺ പേപ്പറിൽ. ഇങ്ങനെയാണ് അത് ബോക്സ് ആക്കുന്നത്. ഇനി അടുത്തൊരു മാർക്കിങ് കണ്ടുപിടിക്കാൻ പോവാണ്. നെക്ക് വിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. നെക്ക് വിട്ട് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ്: 1/12 ഓഫ് ദ ചെസ്റ്റ് റൗണ്ട് പ്ലസ് 1/2. അപ്പം 22 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 1/2. അപ്പം നമുക്ക് 2.3 ഇഞ്ചസ് എന്ന് കിട്ടി. അപ്പം നെക്ക് വിട്ട് എന്ന് പറയുമ്പോൾ കഴുത്തിൻ്റെ അകലമാണ്. അപ്പോൾ 0 to 7 എന്ന് പറഞ്ഞാൽ ഈ ഒരു അകലം വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2.5 കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2.3 കിട്ടി. നെക്ക് വിട്ട് കിട്ടി. നമുക്കത് 0 to 8 എന്ന് പറയും. അതിന് നമ്മൾ എന്ത് പറയും? നെക്ക് ഡെപ്ത് എന്നാണ്. അതിൻ്റെ ഇക്വേഷനും ഇത് തന്നെയാണ്. ഈ ഇക്വേഷൻസ് കാണാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇതിനകത്ത് ഇക്വേഷൻ എത്രയാണ്? 1/8 ഓഫ് ദ ചെസ്റ്റ് റൗണ്ട്. അപ്പോൾ എത്രയാണ്? 22 ഡിവൈഡഡ് ബൈ 8. അപ്പം 2.75 ആണ് നമുക്ക് കിട്ടുന്ന ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ താഴോട്ട് 0 to 8 കണ്ടോ? 0 to 8 കണ്ടോ? ആ ഒരു ഇഞ്ചസ് എന്ന് പറയുന്നത് 2.75 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 7, 8, അതായത് ഈ 7, 8 എന്നുള്ളത് ഈ 0, 7, 8 എന്നുള്ളത് സ്ക്വയർ ആക്കി കൊടുക്കണം. എന്നാലല്ലേ നമുക്ക് നെക്കിൻ്റെ ഇത് കിട്ടത്തുള്ളൂ. അപ്പം മാർക്ക് എ സ്ക്വയർ യൂസിങ് 7 and 8. അതായത് 7, 8 നമ്മൾ സ്ക്വയർ ചെയ്ത് വെക്കുക. ഈ ഒരു വര, ഈ വരയാണ്. അതിനുശേഷം ഷേപ്പ് 7 and 8 ഫ്രം ദ ഫ്രണ്ട് നെക്ക് എന്ത് ചെയ്യുക? കർവ് ചെയ്ത് കൊടുക്കുക. കർവ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ താഴത്തെ കർവാണ്. ഈ മുകളിലത്തെ കർവ് എന്ന് പറയുന്നത് ബാക്ക് നെക്കിൻ്റെ ആണ്. ബാക്ക് നെക്കിൻ്റെ കർവാണ് മുകളിലത്തെ. അത് നോക്കണ്ട. നിങ്ങൾ 8ഉം 7ഉം വരുന്ന പോയിന്റ് മാത്രം നോക്കുക. അതിനെ കർവ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞ് ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത്. 7.5 ആണ്. അപ്പോൾ നമുക്ക് ഈ 33ക്ക് മുന്നേ വരുന്ന ഈ വലിയ വര ഉണ്ടോ? ഈ ഒരു വലിയ വരയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന മാർക്കിങ്. അപ്പോൾ നെക്ക് ഡെപ്തും കിട്ടി. നമ്മളപ്പോൾ അതിനെ വരച്ചു. അത് സ്ക്വയർ ചെയ്ത് വരച്ചിട്ട് നമുക്കൊരു കർവ് കൊടുത്താൽ മതി. 9 എന്ന് പറയുന്ന ഒരു മാർക്കിങ് എന്താണ്? ഹാഫ് ഓഫ് ദ ഷോൾഡർ സ്ലോപ്പാണ്. 3.9 മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഷോൾഡർ സ്ലോപ്പ്. നമുക്ക് എപ്പോഴും ഷോൾഡറിന് ഒരു ചരിവുണ്ടല്ലോ. അപ്പോൾ അതിന് ഒരു സ്ലോപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഒരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുകയാണ്. 3.9 ആ ഒരു സ്ലോപ്പിന് നമ്മളൊരു പോയിന്റ് കൊടുത്തു. 9 എന്നൊരു പോയിന്റ് കൊടുത്തു. 3ന് 9 എന്നൊരു പോയിന്റ് കൊടുത്തു. മനസ്സിലായി? പിന്നെ എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. 7, 9 ജോയിൻ ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അതിന് നമ്മളൊരു 4 ഇഞ്ച് 1/4 നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. 1/4 എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ ഒരു ആദ്യത്തെ വരയാണ് 1/4 എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു വരയാണ് നമ്മൾ 1/4 ആയിട്ട് എടുക്കുന്നത്. ഇത്ര ഇഞ്ച് 3ന്ന് 9 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ട് സ്ലോപ്പ് വരയ്ക്കാൻ പോവുകയാണേ. ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ സ്ലോപ്പ് കൊടുക്കും. സ്ലോപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ്? 7 തൊട്ട് 9 വരെയുള്ള പോയിന്റിനാണ് നമ്മൾ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. 5 to 10 ആണ്. 5 to 10 എന്നുള്ളൊരു പോയിന്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം 5ന് ഒരു 10 വരെ 1 ഇഞ്ച് മുകളിലോട്ട് കൊടുക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആം ഹോളിൻ്റെ മാർക്കിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 1 ഇഞ്ച് മുകളിലോട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ഷേപ്പ് ചെയ്യാനാണ് പറയുന്നത്? 9, 10, 4 ഷേപ്പ് ചെയ്യുക. അതാണ് ഫ്രണ്ട് ആം ഹോൾ. കണ്ടോ, ഷേപ്പ് 9, 10 and 4 ഫ്രണ്ട് ആം ഹോളാണ്. അത് ജസ്റ്റ് വരയ്ക്കുക. നിങ്ങൾ വരയ്ക്കുന്നൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ പാറ്റേണിൽ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി മതി. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതൊക്കെ എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പം നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയാണ്. എന്ത് സംശയം ഉണ്ടല്ലോ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ആം ഹോളിൻ്റെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 9ഉം 10ഉം 4ഉം കൂടി നമ്മൾ കർവ് ചെയ്തെടുത്താൽ മതി. അത് കർവ് ചെയ്യാൻ വേണ്ടി കർവിൻ്റെ സ്കെയിലൊക്കെ ഉണ്ട്. അതെല്ലാം നോർമലായിട്ട് നിങ്ങൾക്ക് കർവ് ചെയ്യാൻ അറിയാമെങ്കിൽ അതങ്ങനെ നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു മാർക്കിംഗ് ആണ് 6 തൊട്ട് 11 വരെ ഉള്ളതിന് 1.5 ഇഞ്ചസ് ഫോർ എ ലൈൻ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇത് കണ്ടോ, ഇങ്ങോട്ട് ഈ 6ന്ന് ഇങ്ങോട്ട് മുന്നോട്ട് ഒരു 1.5 ഇഞ്ച് നീട്ടി കൊടുക്കുക. അതിന് ആ ഒരു പോയിന്റിന് 11 ഇഞ്ചെന്ന് 11 മാർക്ക് ചെയ്യുക. ഇഞ്ചല്ല, സോറി, 6ന്ന് നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങോട്ട് മുന്നോട്ട് നീട്ടി കൊടുത്തു. ആ പോയിന്റിന് നമ്മൾ 11 മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ 4 and 11, ഈ ജോയിൻ എന്ത് ചെയ്യുക, 4ഉം 11ഉം കൂടി മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്യുന്നതിന് നമുക്ക് 12 എന്നൊരു പോയിൻറ്റും കൂടി വേണം. അതിന് അര ഇഞ്ച് മുന്നോട്ട്, ഈ 11 മുന്നോട്ട് അര ഇഞ്ച് അപ്വേഡ് കൊടുത്തിട്ട് അതിനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്യാൻ പറയുന്നത് എങ്ങനെയാണ്, 1 and 12 ഷേപ്പ് ചെയ്യാന്ന്. അപ്പം നമുക്കിങ്ങനെ ഒരു കർവ് കിട്ടണം. ഇതിനിങ്ങനെ ഒരു മാർക്കിങ് കിട്ടാൻ വേണ്ടിയാണ് ഈ താഴത്തെ പോർഷനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു ചരിവ് വേണം. അതിനൊരു ചെറിയൊരു നമ്മൾ 6 നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് നീട്ടി കൊടുക്കുക. എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, 1.5 ഇഞ്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, 12 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇത് 12, ഇത് 11 എന്ന് പറഞ്ഞ് പോയിന്റാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ഇഞ്ചസ് അല്ല, ഇഞ്ചസ് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു കർവ് കൊടുക്കുമ്പോൾ ഇത് ഏകദേശം A-line ഫോക്കിൻ്റെ ഒരു പാറ്റേൺ കിട്ടി. ഇത് കൺസ്ട്രക്ഷൻ ഡയഗ്രാമാണ്. ഇതിനകത്ത് സ്ലീവ് അലവൻസസ് കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ടും കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ തുണിയിലോട്ട് വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൊടുത്തു മാത്രമേ ഉള്ളൂ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 0 to 13 എന്ന് പറയുന്നതാണ് നെക്കിൻ്റെ ഡെപ്ത്. ബാക്കിയെല്ലാം സെയിം ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് വേണ്ടുന്ന നെക്കാണ് വേണ്ടുന്നത്. 0 to 13 എന്ന് പറയുന്നത് എത്ര ഇഞ്ചസ് ആണ്, നമുക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്ത് വേണം, നെക്കിൻ്റെ ഡെപ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. 1/12 ഓഫ് ദ ചെസ്റ്റ് റൗണ്ട്. 1/12 എന്ന് പറയുമ്പോൾ 22 ഡിവൈഡഡ് ബൈ 2 ആണ്. 1.83 ഇഞ്ചസ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്യുക താഴോട്ട്. എന്നിട്ട് 7നെയും 13നെയും കൂടി നമ്മൾ സ്ക്വയർ ചെയ്തെടുത്തിട്ട് അതിനൊരു കർവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ആം ഹോളാണ്. ആം ഹോൾ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഷേപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് 9 4 ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. കണ്ടോ, 9 4 കൂടി ഒന്ന് കർവ് ചെയ്തെടുത്താൽ മതി. ബാക്ക് ആം ഹോളും കൂടി കിട്ടും. ഇതാണ് നമുക്ക് A-line ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ്സ്. ഞാനിത് പാറ്റേൺ പേപ്പറിൽ ചെയ്തിരിക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചിട്ട് 1.83 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന അളവെന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൻ്റെ ഇടയ്ക്ക് വശമായിട്ട് വരും. ആ ഒരു പോയിന്റ് എടുത്താൽ മതി. ഷെഡിങ്ങായിട്ട് എടുക്കാം. അപ്പോൾ അതിനെ നമ്മൾ എടുത്തു. അതിനെ എടുത്തിട്ട് 13 മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്തതിനെ നമ്മളൊരു സ്ക്വയർ ആക്കി. ഇവിടെ എത്രയാണോ വരുന്നത് അത്രയും തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. അപ്പം അതിനൊരു സ്ക്വയർ ആക്കിക്കൊണ്ട് നമ്മൾ അതിനൊരു കർവ് കൊടുത്തു. അത്രേ ഉള്ളൂ നെക്കിൻ്റെ വരുന്നത്. പിന്നെ നമ്മൾ ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആം ഹോൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് അളവില്ല. ഈ 9ൽ നിന്ന് നമ്മൾ നേരെ 4ലോട്ടൊരു കർവ് പോലെ കൊടുത്താൽ മാത്രം മതി. ഈ ആം ഹോൾ കൊടുക്കുമ്പോൾ ഈ 9ൽ നിന്ന് ഈ 4ലോട്ടൊരു കർവ് രീതിയിൽ കൊടുത്താൽ മാത്രം മതി. ഇതിനെയാണ് നമ്മൾ സ്ലീവ് എലവൻസ് ഇല്ലാത്ത ഒരു കൺസ്ട്രക്ഷൻ ഡയഗ്രാമാണിത്, പാറ്റേൺ ആണിത് കേട്ടോ. ഇങ്ങനെയാണ് പാറ്റേൺ പേപ്പറിൽ വരയ്ക്കുന്നത്. അതുപോലെ നമ്മൾ പാറ്റേൺ വരയ്ക്കുന്നതിന് മുന്നേ സൈഡിലൊരു അര ഇഞ്ച് കൊടുക്കുക. മുകളിലും ഒരു അര ഇഞ്ച് കൊടുത്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ടേ നമ്മൾ ഈ ഒരു പാറ്റേൺ പേപ്പർ വെട്ടത്തുള്ളൂ കേട്ടോ. കൺസ്ട്രക്ഷൻ ഡയഗ്രാം നമ്മൾ ഇതുപോലെ അര ഇഞ്ച് സൈഡ് ഫുള്ള് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാറ്റേൺ വിത്ത് സീം അലവൻസ് ചെയ്യാൻ പോകുന്നത്. സീം അലവൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ആദ്യമേ ഇത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് സീം അലവൻസ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രേസിങ് വീൽ കൊണ്ടാണ്. ആദ്യം ഈ ഒരു മെഷർമെൻറ്റ് ഫുള്ള് ട്രേസിങ് വീൽ കൊണ്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് എത്രയാണോ നമുക്ക് സീം അലവൻസസ് വേണ്ടുന്നത് അത് നമുക്ക് പെന്നുകൊണ്ട്, റെഡ് പെന്നുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനൊരു പേപ്പറിൻ്റെ അടിയിലോട്ട് നമ്മൾ വെച്ചു. ഇനി നമ്മൾ സീം അലവൻസസ് അലവൻസസ് കൊടുത്തിട്ട് നമ്മൾ പാറ്റേൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടത് നമുക്ക് ആദ്യം വീൽ വേണം. ഈ ഒരു സാധനം നമുക്ക് ട്രേസ് ചെയ്യണം. ട്രേസ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതിനകത്ത്. അങ്ങനെ ട്രേസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ട്രേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് ഫുള്ള് ട്രേസ് ചെയ്തെടുക്കണം.
ചെയ്തിട്ടുണ്ട്. ട്രേസ് ചെയ്യുന്ന ഒരു പാട് നമുക്ക് ഈ ഒരു പോർഷന് കിട്ടും. അതായത് കണ്ടോ, ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ട്രേസ് ചെയ്യുന്നതിൻ്റെ പാടാണ് ഈ കിടന്ന് കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഡോട്ട് കണ്ടോ? ഈ ഡോട്ട് നമ്മൾ ചെയ്യുമ്പം ഈ പേപ്പറിൽ അത് പതിയുമല്ലോ, അത് പതിയുന്ന വശത്തുകൂടിയാണ് നമ്മൾ എന്ത് കണ്ടോ ഈ പാറ്റേൺ സ്ലീവ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാവും. പാട് വരുന്നിടത്തുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത് നമ്മുടെ സീം അലവൻസസ് ആണ് ഈ റെഡ് ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് തുണിയിൽ കറക്റ്റ് മാർക്കിംഗ് ആയിട്ട് വേണ്ടുന്നത്. അങ്ങനെ ഇത് ഫ്രണ്ട് പാർട്ടും ഇത് ബാക്ക് പാർട്ടുമാണ്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ്. തുണി നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്യണം. തുണി നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ പാറ്റേൺ പേപ്പർ വെക്കും. പാറ്റേൺ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ വരച്ചെടുക്കുന്നത്, തുണിയിൽ ആ ഒരു അളവ് വരച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ പാറ്റേൺ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഏതാണ് വെക്കേണ്ടത്. അലവൻസ് ഉള്ള പാറ്റേൺ പേപ്പറാണ് വെക്കേണ്ടത്. സീം അലവൻസ് ഉള്ള പാറ്റേൺ പേപ്പർ വെക്കണം. അത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക. ഇതിപ്പോൾ ബാക്ക് പോർഷനാണ്. ആദ്യം ഞാൻ നാല് തുണിയും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് ബാക്ക് പോർഷൻ ആദ്യം അങ്ങ് വെട്ടുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് എടുത്തിട്ട് മാറ്റി വെട്ടിയാൽ മതി. അപ്പം നമുക്ക് ഫുള്ളായിട്ട് ബാക്ക് പോർഷൻ വെട്ടിയെടുക്കാം. ബാക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് ഫ്രണ്ടും കൂടെ ഒരുമിച്ചാണ് കട്ട് ചെയ്തത്. ഇനി ഫ്രണ്ട് മാത്രമായിട്ട് നമുക്ക് നെക്ക് കൊടുക്കണം. നെക്കും ആം ഹോളും കട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യുക, ഇത് 2 തുണിയും സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു തുണിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന പാറ്റേൺ സീം അലവൻസ് ഉള്ള പാറ്റേൺ എടുത്തിട്ട് ഫ്രണ്ട് നെക്കും ആം ഹോളും കൂടെ മാർക്ക് ചെയ്തിട്ട് അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെട്ടുക. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടിട്ട് ബാക്കി സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും അങ്ങനെ വെട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലെ ഈ ഒരു ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത്. ബാക്കി അടുത്തൊരു പാർട്ടിലോട്ട് കാണാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ.